to Mathsion CUSAT-CAT previous year solution series. So CUSAT-CAT ഉൾപ്പെടെയുള്ള കേരളത്തിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എൻട്രൻസ് എക്സാം MSc മാത്തമാറ്റിക്സ് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നമ്മൾ മാത്സിയോണ് ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നെക്സ്റ്റ് ദിവസങ്ങളായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾക്ക് കൂടുതൽ എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഇന്ന് നമ്മൾ CUSAT-CATന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ 3 ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അധികം നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ചില മെത്തേഡുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ചിലത് കമ്പാരിറ്റീവ്ലി ചിലത് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഇന്റഗ്രൽ സർഫസ് ഓഫ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഡോ യു ബൈ ഡോ വൈ ഈക്വൽസ് 0 സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ u of 1, y equal to y is given by u of xy equal to y by x, u of x, y equal to 2y by x plus 1, u of x, y equal to y by 2 minus x, and u of x, y equal to y plus x minus 1. ഓക്കെ, ഇതിൽ നമുക്ക് തന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ? അതുപോലെ തന്നെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, സോ യു ഓഫ് 1, y ഈക്വൽ ടു y ആവുന്ന എത്ര സൊല്യൂഷൻസ് ഉണ്ട് നോക്കുക. ഒന്നാമത്തേത് നമ്മൾ യു ഓഫ് 1, y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? y by 1 ദാറ്റ് ഇസ് ഈക്വൽ ടു y. സോ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അടുത്തത് യു ഓഫ് 1, y ഈക്വൽ ടു എന്ത് വരും? 2y ഡിവൈഡ് ബൈ 1 പ്ലസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 2 കട്ട് ചെയ്ത് പോവും, y എന്ന് വരും. ആൻഡ് ഇവിടെ യു ഓഫ് 1, y ഈക്വൽ ടു y ബൈ 2 മൈനസ് 1 ഇവിടെയും y എന്ന് വരും. u of 1, y equal to y plus 1 minus 1 that is equal to y plus 1 minus 1 that is equal to y എന്ന് കിട്ടും. ഓക്കെ, സോ 4 സൊല്യൂഷനും നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? u of 1, y equal to y എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കണ്ടീഷൻസ്, ബൗണ്ടറി കണ്ടീഷൻസ്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിലും ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവുന്ന നമുക്ക് തന്നിട്ടുള്ള സൊല്യൂഷൻസിൽ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ എന്തുണ്ടാവില്ല, ഒന്നിലധികം ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിൽ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ സൊല്യൂഷൻ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ, അതായത് പി ഓഫ് എക്സ്, വൈ ഡി എക്സ് പ്ലസ് q of x, y dy equal to 0 ഈ ഫോമിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി എക്സ് ബൈ പി ഈക്വൽ ടു ഡി വൈ ബൈ ക്യൂ എന്ന് ഉള്ള ഒരു ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യാണ് ചെയ്യുക. സോ ദിസ് വിൽ ബി ഈക്വൽ ടു, ഇവിടെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? പി ഓഫ് എക്സ് വൈ, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് എക്സ്, വൈ, അത് ഡോ യു ബൈ ഡോ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ്, അതെന്താണ് ഇവിടെ എക്സ് ആണ്. അതുപോലെ ക്യൂ ഓഫ് എക്സ്, വൈ എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ വൈ, ഡെൽ യു ബൈ ഡെൽ വൈയുടെ കോയിഫിഷ്യൻ്റ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഡി എക്സ് ബൈ എക്സ് ഈക്വൽ ഡി വൈ ബൈ വൈ എന്ന് വരും. സോ വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടി? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ രണ്ട് സൈഡിലും നമുക്ക് എന്ത് കിട്ടും? എൽ എൻ എക്സ് ഈക്വൽ ടു എൽ എൻ വൈ പ്ലസ് സി എന്നുള്ള ഫോമിൽ വരും. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എൽ എൻ വൈ മൈനസ് എൽ എൻ എക്സ് ഈക്വൽ ടു എൽ എൻ സി എന്നുള്ള ഫോമിൽ എഴുതാൻ വേണ്ടി പറ്റും. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? ലോഗ് ഓഫ് വൈ ബൈ എക്സ് ഈക്വൽ ടു സി എന്നുള്ള ഫോമിൽ നമുക്ക്, അല്ലെങ്കിൽ എൽ എൻ സി എന്നുള്ള ഫോമിൽ എഴുതാൻ വേണ്ടി പറ്റും. അതായത് വൈ ബൈ എക്സ് ഈക്വൽ ടു സി എന്നുള്ള ഫോമിൽ വരും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് വരിക. സോ ഇങ്ങനെയുള്ളതാണ് നമ്മുടെ സൊല്യൂഷൻ എങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് ഒന്നാമത്തെ ഒരു സൊല്യൂഷൻ, അതായത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ഫോമിൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു അല്ലെങ്കിൽ യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്നുള്ള ഫോമിൽ വന്നിട്ടുണ്ട്. സോ അതൊരു പെർട്ടിക്കുലർ സൊല്യൂഷൻ കൈൻഡ് ഓഫ് വരും. സോ യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇറ്റ് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് വൈ ബൈ എക്സ് ആയിട്ട് മാറും. ഓക്കെ, ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് വൈ ബൈ എക്സ്. ഓക്കെ, യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് വൈ ബൈ എക്സ് എന്നുള്ള ഫോമിൽ വന്നു.
ഇനി നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണ്? യു ഓഫ് എക്സിന് 1, y ഈക്വൽ ടു y എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഞാൻ യു ഓഫ് 1, y ഈക്വൽ ടു y ആണ്. സോ ഞാൻ വൈക്ക് സം ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? എപ്പോഴും 1 തന്നെയാണ് വന്നിട്ടുണ്ടാവുക. ഇങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിനോ വൈക്കോ നമ്മൾ എന്തെങ്കിലും ഒരു വേറൊരു വേരിയബിൾ ടി എന്ന് കൊടുക്കും. സെയിം വേരിയബിൾ ആക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് എക്സ് ചില സമയത്ത് നമുക്ക് എന്തായിരിക്കും? ഇത് രണ്ടും റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യാൻ വേണ്ടി പറ്റുക. സോ എക്സ് ഈക്വൽ ടു 1 എന്ന് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. അതുപോലെ ഇസഡ് ആണ് ഇവിടെ വരുന്നത്. യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഇസഡ് എന്നുള്ള ഫോമിലാണ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ യു എന്നുള്ള ഫോമിലാണ്. സോ അപ്പൊ യു എന്ന് പറയുന്നത് ഇവിടെ വൈ ആയിട്ട് മാറും. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്താണ് വരിക? ഇത് എന്നിട്ട് നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ നമുക്ക് എന്ത് വരും? യു എന്ന് പറയുന്നത് എന്താണ്? വൈ ഈക്വൽ ടു എഫ് ഓഫ് വൈ ബൈ 1 എന്ന് വരും. അല്ല സോറി, വൈ അല്ല, ടി ബൈ 1 എന്ന് വരും. അതായത് നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് ടി ഈക്വൽ ടു വൈ എന്ന് കിട്ടും. അതായത് എഫ് ഓഫ് ടി ഈക്വൽ ടു എന്ത് കിട്ടി? ടി എന്ന് കിട്ടി അല്ലെ. യു ഈക്വൽ ടു വൈ അല്ലെങ്കിൽ യു ഈക്വൽ ടു എന്തായിട്ട് ഇവിടെ ടി തന്നെയാണ് വരുന്നത്. സോ നമുക്ക് എഫ് ഓഫ് ടി ഈക്വൽ ടു ടി എന്ന് കിട്ടി. സോ യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു എന്തായിട്ട് മാറും? യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് വൈ ബൈ എക്സ് എന്നുള്ളത് എന്തായിട്ട് മാറും? എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി ആണ്. സോ എഫ് ഓഫ് വൈ ബൈ എക്സ് എന്ന് പറയുന്നത് വൈ ബൈ എക്സ് ആയിട്ട് മാറും. സോ യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ ബൈ എക്സ് എന്നുള്ളതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് വരും. ഓക്കെ, സോ നമുക്ക് ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 ഈസ് ഓഫ് ദി ഫോം യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ പ്ലസ് ജി ഓഫ് എക്സ് മൈനസ് ഐ വൈ. യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ജി ഓഫ് എക്സ് മൈനസ് വൈ. യു ഇസ് ഈക്വൽ ടു സി ടൈംസ് എഫ് ഓഫ് എക്സ് മൈനസ് ഐ വൈ. U is equal to g of x plus iy. Okay, so this is a second order partial differential equation with constant coefficient അല്ലേ. സോ ഇവിടെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ഹയർ ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ചെയ്യുന്ന അതേ ഒരു ഫോമാറ്റ് തന്നെയാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെയും ചെയ്യുന്നത്. ഓക്കെ, സോ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയാണ് നോക്കുന്നത്. അതായത് ഏത് ഫോർ എനി പി ഡി ഇ of the form a0 d power n plus a1 d power n minus 1 d dash plus a2 d power n minus 2 d dash square plus etc plus an d dash raised to n times z equal to 0. അതായത് ഇവിടെ d എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് എന്നെയും ഡി ഡാഷ് എന്ന് പറയുന്നത് ഡോ ബൈ ഡോ വൈനെയും ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് a0 ഡോ z ബൈ ഡോ എക്സ് റേസ് ടു n z ബൈ ഡോ എക്സ് റേസ് ടു n എന്നുള്ളതാണ് ഈ ഫസ്റ്റ് ഇക്വേഷൻ വരിക. രണ്ടാമത്തത് വരുന്നത് a1 ഡോ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? a0 ഡോ റേസ് ടു n z ബൈ ഡോ എക്സ് റേസ് ടു n പ്ലസ് a1 ഡോ റേസ് ടു n മൈനസ് 1 z ബൈ ഡോ എക്സ് റേസ് ടു n മൈനസ് 1 ടൈംസ് ഡി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡോ z ബൈ ഡോ വൈ ആണ്. ഓക്കെ, സോ ഡോ z ബൈ ഡോ വൈ പ്ലസ് എക്സെട്ര പ്ലസ് എന്ത് വരും? അവസാനത്തെ ടേം an ഡോ റേസ് ടു n z ബൈ ഡോ വൈ റേസ് ടു n ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ വരും. ഓക്കെ, ഇങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഏതാണ് ഹയസ്റ്റ് പവർ വരുന്നത്, അതായത് ഡോ ബൈ ഡോ വൈയുടെ ടേമിലാണോ ഡോ ബൈ ഡോ ഇസഡിന്റെ ടേമിലാണോ, ഏതിലാണ് ഹയസ്റ്റ് പവർ വരുന്നത് നോക്കുക. അതിനനുസരിച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇവിടെ ഡി, അതായത് ഡോ ബൈ ഡോ എക്സ്, സോറി ഡോ ബൈ ഡോ വൈയും ഡോ ബൈ ഡോ എക്സും ആണ്. ഓക്കെ, ഡോ ബൈ ഡോ എക്സ് ആണ് നമുക്ക് ഹയസ്റ്റ് പവർ വരുന്നതെങ്കിൽ നമ്മൾ ഡി ഈക്വൽ ടു എം എന്ന് കൊടുക്കും. ഇനി ഡോ ബൈ ഡോ വൈ ആണ് ഹയസ്റ്റ് പവർ വരുന്നതെങ്കിൽ നമ്മൾ ഡി ഡാഷ് ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് ഡി ഡാഷ് ഈക്വൽ ടു എം എന്ന് കൊടുക്കും. ഓക്കെ, ഇനി ഏതാണോ എം കൊടുക്കുന്നത് അടുത്തതിന് നമ്മൾ 1 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ഓക്സിലറി ഇക്വേഷൻ എങ്ങനെ കിട്ടും? a0 ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിക്ക് എം എന്ന് കൊടുത്തു, ഡി ഡാഷിന് 1 എന്ന് കൊടുത്തു. സോ നമ്മുടെ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? a0 m റേസ് ടു n പ്ലസ് a1 m റേസ് ടു n മൈനസ് 1 പ്ലസ് a2 m റേസ് ടു n മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് an ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ് വരിക. ഓക്കെ, അങ്ങനെയാണ്
ഒരു ഓക്സിലറി ഇക്വേഷൻ കിട്ടി. നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് M1 M2 എക്സെട്ര Mn എന്ന് പറയുന്നതാണ് സൊല്യൂഷൻസ് കിട്ടുന്നത്. ഈ എല്ലാ റൂട്ട്സ് ഓഫ് ദിസ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഓക്സിലറി ഇക്വേഷന്റെ എല്ലാ റൂട്ട്സും ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Z ഈക്വൽ ടു F1 ഓഫ് y പ്ലസ് M1 x പ്ലസ് F2 ഓഫ് y പ്ലസ് M2 x പ്ലസ് എക്സെട്ര പ്ലസ് Fn ഓഫ് y പ്ലസ് Mn x എന്ന് വരും. ഓക്കെ, ഇത് നമ്മൾ ഡിക്ക് എമ്മും ഡി ഡാഷിന് 1 കൊടുക്കുന്ന സമയത്ത്, ഇനി ഡിക്ക് 1 ഡി ഡാഷിന് എമ്മും കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് വരിക? നമ്മുടെ സൊല്യൂഷൻ എന്തായിട്ട് മാറും? ഇതിന് പകരം ഡി ഈക്വൽ ടു F1 ഓഫ് എക്സ് പ്ലസ് M1y പ്ലസ് F2 ഓഫ് എക്സ് പ്ലസ് M2y പ്ലസ് എക്സെട്ര പ്ലസ് Fn ഓഫ് എക്സ് പ്ലസ് Mny ആയിട്ട് മാറും. ഓക്കെ, ഇത്ര മാത്രമേ അതിൽ ഡിഫറൻസ് വരുന്നുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇവിടെയുള്ള നമ്മുടെ ഇക്വേഷൻ എന്താണെന്ന് നോക്കൂ. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. ഓക്കെ, സോ ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡോ ബൈ ഡോ എക്സിന് ഞാൻ ഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡി സ്ക്വയർ പ്ലസ് ഡി ഡാഷ് സ്ക്വയർ അല്ലെ ഡി ഡാഷ് സ്ക്വയർ യു ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ വരും. ഓക്കെ, സോ എനിക്ക് ഡി ഇതിൽ രണ്ടിന്റെയും പവർ സെയിം ആണ്, ഹയസ്റ്റ് പവർ സെയിം ആണ്. സോ നമുക്ക് ഏതിന് വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഇവിടെ ഡിക്ക് 1ഉം ഡി ഡാഷിന് എമ്മും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ എന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഓക്സിലറി ഇക്വേഷൻ എം സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. ഓക്കെ, സോ ഇത് ഡിസ്റ്റിങ്ക്ട് റൂട്ട് ആണ് അല്ലെ, രണ്ട് റൂട്ടും ഡിഫറെന്റ് ആണ് വരുന്നത്. സോ ഡിഫറെന്റ് ആണ് വരുന്നതെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇവിടെ യു ഈക്വൽ ടു എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? F1 ഓഫ് എക്സ് പ്ലസ് M1y പ്ലസ് F2 ഓഫ് എക്സ് പ്ലസ് M2y. ഓക്കെ, ഇവിടെ രണ്ടെണ്ണം മാത്രമേ ഡിഫറൻസ് സൊല്യൂഷൻ വരുന്നുള്ളൂ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു F1 ഓഫ് എക്സ് പ്ലസ് IY പ്ലസ് F2 ഓഫ് എക്സ് മൈനസ് IY എന്ന് വരും. ഓക്കെ, സോ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആയിരിക്കും ഇത് അല്ലെ. യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് IY പ്ലസ് ജി ഓഫ് എക്സ് മൈനസ് IY അല്ലെ. ഇവിടെ F1 F2 പകരം എഫ് ജി എന്ന് ഡിഫറെന്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളൂ. സോ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഹയർ ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ചെയ്യുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഹോമോജീനിയസ് ആണെങ്കിലാണ് ഇങ്ങനെ വരിക. ഇനി നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ നമുക്ക്, അതായത് ഇവിടെ a0 d പവർ n പ്ലസ് a1 d പവർ n മൈനസ് 1 പ്ലസ് a1 d പവർ n മൈനസ് 1 d ഡാഷ് പ്ലസ് എക്സെട്ര പ്ലസ് an d ഡാഷ് പവർ n z ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ ഹോമോജീനിയസ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതിന് നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ CF എന്ന് പറയും. ദെൻ നമ്മൾ കറസ്പോണ്ടിങ് പെർട്ടിക്കുലർ സൊല്യൂഷൻ കാണണം റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എഫ് ഓഫ് എക്സ് വൈക്ക് പകരം. ഓക്കെ, സോ അത് നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യുന്ന അതേ ഫോമാറ്റിലാണ്, പക്ഷെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y പ്ലസ് zx ടൈംസ് zx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ z ബൈ ഡെൽ എക്സ് അല്ലെ, മൈനസ് എക്സ് പ്ലസ് വൈ zy പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഓപ്ഷൻ എ. എഫ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ കോമ എക്സ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 0. എഫ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ പ്ലസ് കോമ എക്സ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 0. നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ എക്സ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 0. എഫ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ കോമ എക്സ് വൈ മൈനസ് സെഡ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന് സൊല്യൂഷൻ കാണാൻ വേണ്ടി ദിസ് ഇസ് എ ക്വാസി ലീനിയർ ഇക്വേഷൻ, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫസ്റ്റ് ഓർഡർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടി ലഗ്രാഞ്ചിയസ് മെത്തേഡാണ് യൂസ് ചെയ്യുക. ലഗ്രാഞ്ചിയ മെത്തേഡ് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതുപോലെ പി ഓഫ് എക്സ് വൈ സെഡ് ഡെൽ സെഡ് ബൈ ഡെൽ എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ഡെൽ സെഡ് ബൈ ഡെൽ വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ള ഫോമിലാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓക്സിലറി ഇക്വേഷൻ ഡി എക്സ് ബൈ പി ഈക്വൽ ടു ക്യാപിറ്റൽ പി ഈക്വൽ ടു ഡി വൈ ബൈ ക്യാപിറ്റൽ ക്യൂ ഈക്വൽ ടു ഡി സെഡ് ബൈ ആർ എന്നുള്ള ഫോമിൽ എഴുതാൻ വേണ്ടി പറ്റും. ആൻഡ്
ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഇത് പല മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഈ ഓക്സിലറി ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ചില സമയത്ത് നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ഈച്ച് ഫാക്ടർ നമുക്ക് P1dx പ്ലസ് Q1dy പ്ലസ് R1dz ബൈ P1p പ്ലസ് Q1q പ്ലസ് R1r എന്നുള്ള ഫോമിൽ എഴുതാൻ വേണ്ടി പറ്റും. ഇവിടെ ഈ P1 Q1 R1 എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, P1 Q1 R1 ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ഓഫ് XYZ എടുക്കാൻ വേണ്ടി പറ്റും. സോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എടുക്കും? കറസ്പോണ്ടിങ് ആയിട്ട് ഈ P1p പ്ലസ് Q1q പ്ലസ് R1r ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നമുക്ക് കിട്ടും ഇതിന്റെ ഈ ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷന്റെ ന്യൂമറേറ്റർ 0 ആയിട്ട് മാറും. സോ ഡിനോമിനേറ്ററിനെ നമുക്ക് 0 ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. P1dx plus Q1dy plus R1dz equal to 0. സോ ദെൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സൊല്യൂഷൻ കിട്ടും. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ഇക്വേഷൻ നോക്കുക. y പ്ലസ് zx ടൈംസ് zx, അതായത് del z ബൈ del x മൈനസ് എക്സ് പ്ലസ് വൈ z വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നാണ്. സോ ക്യാപിറ്റൽ P എന്ന് പറയുന്നത് y പ്ലസ് zx ആണ് വരിക. ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് മൈനസ് ഓഫ് എക്സ്, അതായത് മൈനസ് എക്സ് മൈനസ് വൈ ഇസഡ് ആണ് വരിക. ആൻഡ് ക്യാപിറ്റൽ R എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് വരിക, അല്ലേ? സോ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് dx ഡിവൈഡ് ബൈ വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു dy ഡിവൈഡ് ബൈ മൈനസ് എക്സ് മൈനസ് ഇസഡ് വൈ ഈക്വൽ ടു dz ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് എന്താണ്? നമുക്ക് P1p പ്ലസ് Q1q പ്ലസ് R1r ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ എഴുതാൻ വേണ്ടി പറ്റിയാൽ നമുക്ക് P1dx പ്ലസ് Q1dy പ്ലസ് R1dz ഈക്വൽ ടു 0 നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ P1 x എന്നും Q1 y എന്നും R1 മൈനസ് z എന്നും എടുക്കുന്നു. ഓക്കെ, സോ P1p പ്ലസ് Q1q പ്ലസ് R1r എന്ന് പറയുന്നത് എന്തായിട്ട് മാറും നോക്കൂ? എക്സ് ഇൻറ്റു വൈ സെഡ് പ്ലസ് ഇസഡ് എക്സ്, അല്ലെ? അതായത് എക്സ് വൈ പ്ലസ് ഇസഡ് എക്സ് സ്ക്വയർ. ഓക്കെ, ആൻഡ് വൈ ഇൻറ്റു മൈനസ് എക്സ് മൈനസ് ഇസഡ് വൈ, അല്ലെ? സോ എന്ത് വരും? മൈനസ് എക്സ് വൈ മൈനസ് ഇസഡ് വൈ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ആൻഡ് മൈനസ് ഇസഡ് ഇൻറ്റു ഡി സെഡ്. സോ ഇതെന്ത് വരും? മൈനസ് ഇസഡ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഇസഡ് എക്സ് സ്ക്വയർ മൈനസ് ഇസഡ് ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ഇസഡ് വൈ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? എക്സ് വൈയും മൈനസ് എക്സ് വൈയും കട്ട് ചെയ്ത് പോകും. ഇസഡ് എക്സ് സ്ക്വയറും മൈനസ് ഇസഡ് എക്സ് സ്ക്വയറും കട്ട് ചെയ്ത് പോകും. മൈനസ് ഇസഡ് വൈ സ്ക്വയറും ഇസഡ് വൈ സ്ക്വയറും കട്ട് ചെയ്ത് പോകും. സോ ഈക്വൽ ടു 0 എന്ന് കിട്ടി. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? P1dx പ്ലസ് Q1dy പ്ലസ് R1dz ഈക്വൽ ടു 0 എന്ന് എഴുതാൻ വേണ്ടി പറ്റും, അല്ലെ? അതായത് എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ മൈനസ് ഇസഡ് ഡി സെഡ് ഈക്വൽ ടു 0. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 പ്ലസ് മൈനസ് ഇസഡ് സ്ക്വയർ ബൈ 2 ഈക്വൽ ടു സം കോൺസ്റ്റന്റ് എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് കിട്ടും. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ ഒരു സൊല്യൂഷൻ ഫാക്ടർ വരിക. സോ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഫാക്ടർ, രണ്ട് സൊല്യൂഷന്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഒരു കോമ്പണന്റ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ ആയിട്ട് വരും. ഓക്കെ, ഓപ്ഷൻസ് നോക്കുക. ഇവിടെ എഫ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ് ഒന്ന് വരുന്നത്. അത് സോ ഇതെന്തായിരിക്കും വരില്ല? സൊല്യൂഷൻ ആയിട്ട് വരില്ല. സോ നമുക്ക് എ ഓപ്ഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ ആണ്, ഇതല്ല. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്, ഇതല്ല. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ. സോ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, സിമിലർലി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ലഗ്രാഞ്ച് മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് സെക്കൻഡ് സൊല്യൂഷനും ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ സെക്കൻഡ് സൊല്യൂഷൻ ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കുസാറ്റ് എക്സാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം കിട്ടുള്ളൂ ഒരു ക്വസ്റ്റ്യൻ. സോ ഒരു ക്വസ്റ്റ്യൻ എല്ലാം കണ്ടുപിടിച്ച ശേഷം ആൻസർ ചെയ്യുക എന്നുള്ളതല്ല, മാക്സിമം ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കറക്റ്റ് ആൻസറിലേക്ക് എത്തുക എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ.